നമസ്കാരം. നമ്മളിപ്പോൾ പാരീസിലെ ഹോട്ടൽ ദിവിലിന് മുന്നിലാണ്. പാരീസ് മേയറുടെ ആസ്ഥാന മന്ദിരമായ ഹോട്ടൽ ദിവിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ ഫാൻ സോണുകൾ ഒന്ന് ഇവിടെയാണ്, പാരീസ് ഹോട്ടൽ ദിവിലാണ്. ഇന്ന് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നാളെ മുതൽ ഇവിടെ പബ്ലിക്കിന് ഇവിടെ വന്ന് മത്സരങ്ങൾ തത്സമയം വീക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് മലയാളികളെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചും നമ്മുടെ ഇന്ത്യൻ മെഡൽ പ്രതീക്ഷയെ കുറിച്ചും മലയാളികൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മുടെ കൂടെ അതുല്യയാണ് ജോയിൻ ചെയ്യുന്നത്. അതുല്യ എവിടെയാണ്? നാട്ടിലെവിടെയാണ്? തിരുവനന്തപുരത്ത്. എന്ത് ചെയ്യുന്നു അവിടെ? റിസർച്ചറാണ്. എത്ര വർഷമായി പാരീസിൽ? ഓക്കെ. അപ്പോൾ പാരീസിനെ കുറിച്ചൊക്കെ വളരെ നന്നായി അറിയുന്ന ഒരാളാണ്. അപ്പോ ഒരു മലയാളി എന്ന രീതിയിൽ പാരീസ് ഒളിമ്പിക്സിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു മലയാളി എന്ന രീതിയിലും ഒരു ഇന്ത്യക്കാരി എന്ന രീതിയിലും ഭയങ്കര അഭിമാനമാണ്. നമുക്കറിയാം 117ഓളം മത്സരങ്ങൾ ഓൾറെഡി. അപ്പോൾ ഓരോ മത്സരങ്ങൾ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോ ഏതെങ്കിലും മത്സരങ്ങൾ കാണാൻ പോകുന്നുണ്ടോ പാരീസ് ഒളിമ്പിക്സിന്റെ? ബാഡ്മിന്റൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അത്ലറ്റിക്സ് ഫൈനൽസ്, ജാവലിൻ ഫൈനൽ നടക്കുന്നത് ആ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം നീരജ് ചോപ്ര നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നതാണ്. അപ്പോൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഫൈനൽ. അപ്പൊ നമുക്ക് ഒരു ഇന്ത്യൻ മെഡൽ പ്രതീക്ഷയിൽ ഏറ്റവും കൂടുതൽ മെഡൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനം, ഏറ്റവും പ്രതീക്ഷയുള്ള ഇനം എന്താണ്? എന്റെ ഒരു അഭിപ്രായത്തിൽ ബാഡ്മിന്റൺ ആയിരിക്കും. കാരണം നമുക്കറിയാം PV സിന്ധു, പിന്നെ ഇപ്പോൾ ബാഡ്മിന്റൺ മെൻസ് ഡബിൾസ് വളരെയധികം പ്രതീക്ഷയോടെ എല്ലാവരും നോക്കി കാണുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മലയാളിയായ പ്രണോയ് ഓൾസോ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ്. അതെ, 7ഓളം മലയാളികളാണ് പാരീസ് ഒളിമ്പിക്സിന് പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് മെഡൽ പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യക്കുള്ളത്. അപ്പോ ഈ പാരീസ് ഒളിമ്പിക്സ് ഇപ്പൊ ഒരു തൊട്ടടുത്ത് നമ്മളൊരു ഒളിമ്പിക്സ് കാണുകയാണ്. അപ്പോ ഈ ഒരു ഒളിമ്പിക്സ് എത്രത്തോളം എക്സൈറ്റഡ് ആണ്? തീർച്ചയായും വളരെ എക്സൈറ്റഡ് ആണ്. നമുക്കറിയാം മേ ബി ഇതൊരു വൺസ് ഇൻ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ അതേസമയം തന്നെ നിരവധി സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. പക്ഷെ അത് അനിവാര്യവുമാണ്. ഓക്കെ, താങ്ക് യു അതുല്യ. അപ്പോൾ നമ്മുടെ പാരീസ് മലയാളികളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഒളിമ്പിക്സിനെ കുറിച്ച്.